അരണ്ട വെളിച്ചമുള്ള ഹോസ്റ്റൽ മുറിയിൽ ബുക്സും നോട്ട്സും കൊണ്ട് ചുറ്റപ്പെട്ട് തൻ്റെ സ്റ്റഡി ടേബിളിൽ രേണുക പഠിക്കുകയായിരുന്നു. നേരം ഒത്തിരി വൈകി. ബാക്കി ഹോസ്റ്റൽ നിശബ്ദമായിരുന്നു. അവൾ പഠിക്കുമ്പോൾ അവളുടെ ഓരോ ചലനവും ആരോ നിരീക്ഷിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഭയത്തോടെ അവൾ ചുറ്റും നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. ക്ഷീണം കൊണ്ട് തോന്നിയതാണെന്നവൾ കരുതി. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. അവൾ പേടിച്ചു വിറച്ചുപോയി. ടേബിളിലിരുന്ന ബുക്സിൻ്റെ പേജസ് താനെ ടേൺ ആകാൻ തുടങ്ങി. ഭയത്തോടെ കണ്ടു നിന്ന രേണുകയുടെ ഹൃദയമിടിപ്പ് കൂടി. ആ മുറിയിലെ ലൈറ്റുകൾ മിന്നി അണഞ്ഞു. മുറിയെ ഇരുട്ടിൽ മുക്കി. വിറയലോടെ രേണുക അവളുടെ ഫോൺ അന്വേഷിച്ചു തുടങ്ങി, ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാനായി. പക്ഷെ അതെവിടെയും കണ്ടെത്താനായില്ല. ഇരുട്ടിൽ അവൾ പതറി. പെട്ടെന്നാരോ അവളുടെ കൈകളുടെ മുകളിൽ കൈകൾ വച്ചു. അലറി വിളിച്ചുകൊണ്ട് അവൾക്ക് ആ നിമിഷം മനസ്സിലായി, അത്രയും നേരം അവൾ ആ മുറിയിൽ തനിച്ചല്ലായിരുന്നു എന്നുള്ളത്.